ശ്രീമന്നാരായണീയം ദശകം 24 പ്രഹ്ലാദചരിതം. ശ്ലോകം 4. അഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ ജ്ഞാനരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണുർഗുരുർദേവോ മഹേശ്വര ഗുരുഃ സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം നമോ ഭഗവതേ വസുദേവായ. തദോസ്യ പ്രഹ്ലാദ സമജനസുതോ ഗർഭവസദൗ മുനേർവീണാപാണേരധിഗതഭവദ്ഭക്തിമഹിമാ സ വൈ ജാത്യാ ദൈത്യാ ശിശുരപി സമേത്യ ത്വയി രതിം ഗതസ്ത്വദ്ഭക്താനാം വരദ പരമോദാഹരണതാം. കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ കണ്ടു, വരങ്ങളെല്ലാം നേടി അഹങ്കാരം കൂടിക്കൂടി വന്ന ഹിരണ്യകശിപു നേരെ വൈകുണ്ഠത്തിലേക്ക് ചെല്ലുകയാണ് ഭഗവാനെ വധിക്കുവാനായിട്ട്. ഭഗവാൻ അവിടെ ഹിരണ്യകശിപുവിനെ കണ്ട നിമിഷം അണുരൂപത്തില് തൻ്റെ ശരീരത്തെ ചെറുതാക്കി ഹിരണ്യകശിപുവിന്റെ ഹൃദയത്തിലേക്ക് അങ്ങ് പ്രവേശിച്ചു. ഹിരണ്യകശിപു അവിടെ മുഴുവനും വൈകുണ്ഠത്തില് മുഴുവനും എല്ലാ ലോകങ്ങളിലും മരിച്ചു പെറുക്കി നോക്കിയിട്ടും ഭഗവാനെ കാണാൻ പറ്റിയില്ല. ഭഗവാനെ ആർക്കും കാണാൻ പറ്റാത്ത അവസ്ഥയിലായിപ്പോയി. അതോടുകൂടി ഭഗവാൻ തന്നെ കണ്ട് പേടിച്ച് ഓടിപ്പോയതാണെന്ന് കരുതി താൻ ജയിച്ചു എന്നുള്ള ആ ഒരു അഭിമാനവും അഹങ്കാരവും ഒക്കെ ആയിട്ട് തിരിച്ചു പോന്നു. ഇനി ഭഗവാൻ ഹിരണ്യകശിപുവിന്റെ ഹൃദയത്തിലെ, ഹിരണ്യകശിപു അസുരനാണ്, ദുഷ്ടനാണ്, അവന്റെ ഹൃദയത്തിലേക്ക് ഭഗവാൻ പ്രവേശിച്ചത് കൊണ്ട് ഹിരണ്യകശിപുവിന് മഹാഭക്തനായിട്ടുള്ള ഒരു പുത്രൻ പിന്നീട് ജനിച്ചു. ഹേ വരദ, അല്ലയോ ആഗ്രഹങ്ങള് അഭീഷ്ടങ്ങള് എല്ലാം സാധിച്ചു തരുന്നവനായ ഭഗവാനെ ഗുരുവായൂരപ്പ. തഥ കുറച്ചു കാലത്തിന് ശേഷം അസ്യ ഈ ഹിരണ്യകശിപുവിന് പിന്നീട് കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ഗർഭവസതൗ ഗർഭത്തിലിരിക്കെ തന്നെ വീണാപാണിയായ മുനെ മഹർഷിയിൽ നിന്ന്, അതായത് നാരദനിൽ നിന്ന് അധിഗത ഭവത് ഭക്തി മഹിമ, അധിഗത നല്ലവണ്ണം മനസ്സിലാക്കിയ ഭവത് ഭക്തി മഹിമ. എന്താണ് മനസ്സിലാക്കിയത്? നെന്തിരുവടിയിലുള്ള ആ ഭക്തിയുടെ മാഹാത്മ്യം നല്ലവണ്ണം മനസ്സിലാക്കിയ പ്രഹ്ലാദ സുത സമജനി, പ്രഹ്ലാദൻ എന്ന സുതൻ പുത്രൻ സമജനി ജനിച്ചു. ഇവിടെ ഹിരണ്യകശിപുവിന് പിന്നീട് പ്രഹ്ലാദൻ എന്ന ഒരു പുത്രൻ ജനിച്ചു. ഈ ഹിരണ്യകശിപുവിന്റെ ഉള്ളില് ഭഗവാൻ ഒളിച്ചിരിക്കുകയല്ലേ, അതുകൊണ്ട് തന്നെ ഭഗവത് ഭക്തനായിരുന്നു ഈ പ്രഹ്ലാദൻ. ഹിരണ്യകശിപു വീണ്ടും തപസ്സു ചെയ്യാനായിട്ട് മന്ദരാദ്രിയിൽ, വീണ്ടും എന്ന് പറയാൻ പറ്റില്ല, ആദ്യം തപസ്സു ചെയ്യാൻ പോയ സമയത്ത് എന്ന് വേണമെങ്കിൽ അങ്ങനെ കണക്കാക്കാം. ആദ്യം തപസ്സു ചെയ്തതും അവിടെയാണ്. അങ്ങനെയാണ് ബ്രഹ്മാവിനെ പ്രത്യക്ഷപ്പെടുത്തിയത്. അപ്പൊ ആ തപസ്സു ചെയ്യാൻ പോയ കാലത്ത് ദേവന്മാര് അസുരന്മാരെയൊക്കെ തോൽപ്പിച്ചു. ദേവേന്ദ്രൻ ഗർഭിണിയായ കയാധുവിനെ, അതായത് ഹിരണ്യകശിപുവിന്റെ പത്നിയെ, പ്രഹ്ലാദന്റെ മാതാവിനെ പിടിച്ചുകൊണ്ട് പോവുകയുണ്ടായി. അങ്ങനെ ഇന്ദ്രൻ പിടിച്ചുകൊണ്ട് പോയ സമയത്ത് ഈ കയാധു ഗർഭിണിയായിരുന്നു. മാർഗമധ്യേ ആ പോകുന്ന വഴിക്ക് നാരദ മഹർഷി കണ്ടു. നാരദ മഹർഷി ദേവേന്ദ്രനോട് പറഞ്ഞു, ഈ ചെയ്യുന്നത് ശരിയല്ല, ഹിരണ്യകശിപുവിന്റെ ഈ ഗർഭിണിയായ ഭാര്യയെ നീ അപഹരിച്ചു കൊണ്ടുപോകുന്നത് ഒട്ടും ശരിയല്ല എന്ന് പറഞ്ഞ് ഇന്ദ്രൻ അത് ബോധ്യപ്പെട്ടപ്പോൾ ആ കയാധുവിനെ വെറുതെ വിട്ടു. ആ കയാധുവിനെ ശ്രീ നാരദൻ കൂട്ടിക്കൊണ്ടുപോയി തൻ്റെ ആശ്രമത്തിലേക്ക്.
അവിടെ കൊണ്ടുപോയപ്പോൾ പ്രഹ്ലാദൻ ഗർഭസ്ഥ ശിശുവാണ്. ആ പ്രഹ്ലാദനെ ഉദ്ദേശിച്ച് ഇവിടെ കയാതുവിന് നാരദൻ ഭക്തിജ്ഞാന മാർഗങ്ങളെല്ലാം ഉപദേശിച്ചു കൊടുത്തു. അതുകൊണ്ട് ഗർഭസ്ഥനായിരിക്കെ തന്നെ പ്രഹ്ലാദന് ആ ഭക്തിയുടെ മാഹാത്മ്യം ഗ്രഹിക്കാൻ, പഠിക്കാൻ, മനസ്സിലാക്കാൻ കഴിഞ്ഞു. അതുകൂടാതെ ഇവിടെ ഹിരണ്യകശിപുവിന്റെ ഹൃദയത്തിൽ ഭഗവാൻ ഒളിച്ചിരിക്കുകയും കൂടെ ചെയ്യുകയാണ്. ആ ഹിരണ്യകശിപുവിനുണ്ടായ പുത്രനാണ് ഈ പ്രഹ്ലാദൻ. കയാതു ഇതെല്ലാം നാരദൻ പറഞ്ഞതെല്ലാം കേട്ടെങ്കിലും കയാതു അതൊന്നും മനസ്സിലാക്കിയെടുത്തില്ല. പക്ഷേ ഇവിടെ ഉദരത്തിൽ കിടക്കുന്ന പ്രഹ്ലാദൻ ഇതെല്ലാം കേട്ട് ജനിച്ചപ്പോൾ തന്നെ ഭഗവത് ഭക്തനായിട്ടാണ്, അസുരജന്മമാണെങ്കിൽ കൂടിയും പ്രഹ്ലാദൻ ഉണ്ടായത്, വളർന്നു വന്നത്. സ വൈ ജാത്യ, അവനാകട്ടെ, ആ പ്രഹ്ലാദനാകട്ടെ, ജാത്യ പ്രകൃത്യ, ജന്മനാ തന്നെ ദൈത്യ അസുരനാണ്. അസുരനും ശിശു അഭി, ബാലനുമാണ് എങ്കിലും ഇവിടെ ജന്മനാ തന്നെ അവൻ അസുരനാണ്, അസുരജന്മമാണ് അവന് കിട്ടിയിരിക്കുന്നത്. അവൻ അസുരനാണ്, ചെറിയ കുട്ടിയാണ്. എങ്കിലും ത്വയി നിന്തിരുവടിയിൽ രതിം ഭക്തി സമേത്യ നേടിയിട്ട്, ഭഗവത് ഭക്തിയെ നേടിയിട്ട്, ത്വത് ഭക്താനാം അവിടുത്തെ ഭക്തന്മാർക്ക് പരമ ഉദാഹരണതാം ഗത മുഖ്യ മാതൃകയായി തീരുക, ഗത തീരുക എന്ന ആ സ്ഥിതിയെ പ്രാപിച്ചു. അപ്പൊ ഇവിടെ അസുരക്കുട്ടിയാണ് എങ്കിലും ഭഗവാനിൽ ഉള്ള ഭക്തി അവൻ ജന്മനാ തന്നെ അവന് കിട്ടി. ആ പ്രഹ്ലാദൻ പിന്നീട് ഭഗവത് ഭക്തന്മാർക്ക് ഒരു മുഖ്യമായിട്ടുള്ള, പ്രധാനമായിട്ടുള്ള ഒരു മാതൃകയായിട്ട് ഭവിക്കുകയും ചെയ്തു. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ.